വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരിക്കൽ പ്രായമായ മഠാധിപകളിൽ ഒരാൾ എന്നെ വിളിച്ച് കഠിനമായി ശകാരിച്ചു. എന്ത് സംബന്ധിച്ചാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെപ്പറ്റിയായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അവർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇത്രമാത്രം പോരായ്മകളുള്ള നിന്നെ പോലുള്ള നികൃഷ്ട വ്യക്തികളോട് കർത്താവീശോ ഇത്ര ഉറ്റബന്ധം പുലർത്തുമെന്ന വിചാരം നിന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റുക. വിശുദ്ധരായ ആത്മാക്കളുമായി മാത്രമേ കർത്താവീശോ ഇപ്രകാരം ബന്ധപ്പെടുകയുള്ളൂ. അവർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അംഗീകരിച്ചു. കാരണം ഞാൻ തീർത്തും ഒരു നികൃഷ്ട വ്യക്തി തന്നെയാണ്. എങ്കിലും ദൈവത്തിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ എളിമയോട് പറഞ്ഞു, ഈശോയെ, നികൃഷ്ടയായ എന്നെ പോലുള്ളവരോട് അങ്ങുറ്റ സമ്പർക്കം പുലർത്തുകയില്ലെന്ന് കേൾക്കുന്നല്ലോ. എൻ്റെ മകളെ, സമാധാനമായിരിക്കുക. ഇപ്രകാരമുള്ള നികൃഷ്ടതയിലാണ് എൻ്റെ കരുണയുടെ ശക്തി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മഠാധിപ എന്നെ ഗുണകരമായ എളിമപ്പെടുത്തലിന് വിധേയയാക്കുകയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഈ ഹ്രസ്വ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അങ്ങ് എന്നെ പരീക്ഷിച്ചു. പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അവയെപ്പറ്റി ഞാൻ ഇപ്പോൾ വിസ്മയിക്കുന്നു. ഓ, ദൈവകരങ്ങളിലേക്ക് തന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നതും തൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതും എത്ര ആനന്ദപ്രദമാണ്. എൻ്റെ അനിത്യവ്രതത്തിൻ്റെ 3-ാം വർഷം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ എന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ഒരു ബലിവസ്തുവായി അവിടുത്തെ മുൻപിൽ എപ്പോഴും ഞാൻ നിൽക്കണം. ആദ്യമെല്ലാം വളരെ ഭയപ്പെട്ടു. ഞാൻ തീർത്തും നികൃഷ്ടയാണെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, ഞാൻ ഒരു നികൃഷ്ട ജീവിയാണ്. എങ്ങനെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകാൻ സാധിക്കും? ഇത് നിനക്ക് ഇന്ന് മനസ്സിലാവുകയില്ല. നാളെ നിന്റെ ആരാധനയുടെ സമയത്ത് ഞാനത് മനസ്സിലാക്കിത്തരും. ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ ആഴമായി പതിഞ്ഞു. എൻ്റെ ഹൃദയവും ആത്മാവും വിറകൊണ്ടു. ദൈവവചനം ജീവിക്കുന്നു. ആരാധനയ്ക്കായി വന്നപ്പോൾ അഗ്രാഹ്യവും അനന്തമഹത്വമുള്ളതുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ച പ്രതീതിയാണ് എൻ്റെ ആത്മാവിന് അനുഭവപ്പെട്ടത്. അവിടുത്തെ സന്നിധിയിൽ ഏറ്റവും വിശുദ്ധമായ ആത്മാവിന്റെ പോലും അവസ്ഥ എപ്രകാരമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. പുറമേ ഞാൻ ഒന്നും കണ്ടില്ലെങ്കിലും ദൈവസാന്നിധ്യത്താൽ ഞാൻ പൂരിതയായി. ആ നിമിഷത്തിൽ എൻ്റെ ബുദ്ധി അതിശയകരമാം വിധം പ്രകാശിതമായി. എനിക്ക് ഒരാത്മീയ ദർശനം ലഭിച്ചു. അത് ഒലിവുമലയിൽ ഈശോയ്ക്കുണ്ടായ ദർശനം പോലെയായിരുന്നു. ആദ്യം ശാരീരികമായ സഹനം. എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ തീവ്രത കൂട്ടി. പിന്നീട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആത്മീയ സഹനങ്ങൾ അതിൻ്റെ പൂർണ്ണവ്യാപ്തിയിൽ. എല്ലാം ഈ ദർശനത്തിൽ കടന്നുവന്നു. തെറ്റിദ്ധാരണകൾ, സൽപ്പേരിനു കളങ്കം. ഞാനിവിടെ ചുരുക്കി പറയുകയാണ്. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു പിന്നീട് ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ. അവ അത്രയ്ക്ക് സുവ്യക്തമായിരുന്നു. എൻ്റെ പേര് ബലി എന്നായി.